നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 5 രൂപയാക്കണമെന്ന ആവശ്യം. വൈക്കത്തമ്പലത്തിൽ വടക്കുപുറത്ത് പാട്ടുത്സവം. ശബരി പരശുരാം എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വൈക്കം റോഡ് സ്റ്റേഷനിൽ സ്റ്റോപ്പ്. താമസം ജലനിധി ജലസംഭരണിക്ക് സമീപം. കുടിവെള്ളം കിട്ടണമെങ്കിൽ അധികൃതർ കനിയണം. ശ്രീരാമൻചിറയിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഹിൽ പാലസ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബാണ് പ്രഖ്യാപനം നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ രമാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ, പൈതൃക പഠന കേന്ദ്രം ഡയറക്ടർ ജനറൽ ഡോക്ടർ MR രാഘവ വാര്യർ, ഹരിതമിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CA ബെന്നി, സെക്രട്ടറി PK സുഭാഷ്, കൗൺസിലർ CK ഷിബു, KV ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഒരു വർഷം 6 ലക്ഷത്തിലധികം പേർ മ്യൂസിയം സന്ദർശിക്കുന്നുണ്ട്. മ്യൂസിയത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയതായി ഡയറക്ടർ അറിയിച്ചു. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്തുപാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ്, കന്യാകുമാരി മാംഗ്ലൂർ പരശുരാം എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വൈക്കം റോഡ് സ്റ്റേഷനിൽ ഏപ്രിൽ 11 മുതൽ 13 വരെ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സമരത്തിലേക്ക് നീങ്ങുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. വിദ്യാർത്ഥികളുടെ മിനിമം നിരക്കായ 1 രൂപയിൽ നിന്നും 5 രൂപയായി ഉയർത്തണമെന്നാണ് ആവശ്യം. പുതിയ അധ്യയന വർഷത്തിൽ പുതിയ നിരക്ക് വേണമെന്നും ഇല്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരത്തിന് മുന്നോടിയായി ബസ് സംരക്ഷണ ജാഥ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തും. ഏപ്രിൽ 3 മുതൽ 9 വരെയായിരിക്കും ബസ് സംരക്ഷണ ജാഥ നടത്തുക. ബസ്സിലെ ഭൂരിഭാഗം യാത്രക്കാരും വിദ്യാർത്ഥികളാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. 13 വർഷമായി 1 രൂപയാണ് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ്. ഈ നിരക്കിൽ ഓടാനാകില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. താമസം ജലനിധി ജലസംഭരണിക്ക് സമീപം. കുടിവെള്ളം കിട്ടണമെങ്കിൽ അധികൃതർ കനിയണം. തൃശൂർ മാള പുത്തൻചിറ കൃഷിഭവനും ജലനിധിയുടെ ജലസംഭരണിക്കും സമീപം താമസിക്കുന്ന 3 കുടുംബങ്ങൾ ജലനിധിയുടെ കുടിവെള്ളത്തിന് അപേക്ഷ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ ജലനിധി അധികൃതരാകട്ടെ അവർക്ക് അവകാശപ്പെട്ട സ്ഥലത്തിൽ കൂടി കുടിവെള്ള വിതരണ പൈപ്പ് ഇടുവാൻ തയ്യാറാകുന്നുമില്ല. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജനപ്രതിനിധികൾ എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയായില്ല. മന്ത്രി പങ്കെടുത്ത കരുതലും കൈത്താങ്ങുമെന്ന സർക്കാർ അദാലത്തിലും പരാതി നൽകിയെങ്കിലും ഇവർക്ക് നീതി ലഭിക്കുന്നില്ല. ഈ 3 കുടുംബങ്ങളിലെ ഒരാൾ ക്യാൻസർ രോഗിയാണ്. കടുത്ത വേനലായതോടെ ഇവരുടെ കിണറുകളും വറ്റി വരണ്ടു. കുടിവെള്ളത്തിനായി ഇപ്പോൾ ഇവർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ ആഭിമുഖ്യത്തിൽ താന്യം, അന്തിക്കാട് പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ശ്രീരാമൻചിറ പാടശേഖരത്തിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവും മുൻ ധനകാര്യമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിനും തണ്ണിമത്തന്റെ ആദ്യ വിൽപ്പന നടത്തി. കാർഷിക ഭൂമിയും ഉൽപാദനവും വിപണനവും കാർഷിക നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ശുദ്ധമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് സംസ്കൃതിയുടെ ലക്ഷ്യം. പത്മശ്രീ ജേതാവായ IM വിജയനെയും കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. ഇതോടെ ചാനൽ 91 8 മണി വാർത്ത സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നതുവരെ ശുഭദിനം.